തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ച അപകടത്തിൽ ഡ്രൈവറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസ് ആണ് അറസ്റ്റിലായത്. അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടം വരുത്തിയെന്നാണ് കേസ്. ഇന്നലെ രാത്രി 9:30 നെടുമങ്ങാട് ഇരിഞ്ചിയത്താണ് അപകടമുണ്ടായത്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. കാട്ടാക്കടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ 49 അംഗ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 10:15 മണിയോടെയാണ് നെടുമങ്ങാട് ഇരിഞ്ചിയം ഭാഗത്ത് വെച്ച് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ ബസ് ഓടിച്ചു വന്ന ഡ്രൈവറിൻ്റെ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്, ഓവർ സ്പീഡാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. ഈ വാഹനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലേക്ക് ഈ അപകടത്തിന് വഴിതെളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. മെക് 7-നെതിരെ പരോക്ഷ വിമർശനവുമായി AP വിഭാഗം മുഷാവറ. മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടിക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. പുരുഷന്മാർക്കിടയിൽ ഇടകലർന്നുള്ള വ്യായാമം അനുവദനീയമല്ല. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസുകളും അനുവദിക്കാനാകില്ലെന്നും AP വിഭാഗം അഭിപ്രായപ്പെട്ടു. മെക് 7 വ്യായാമ കൂട്ടായ്മയെ പേരെടുത്ത് പറയാതെയായിരുന്നു കാന്തപുരം AP വിഭാഗത്തിന്റെ വിമർശനം. മതമാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമ മുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ മുശാവറ വാർത്താക്കുറിപ്പിലൂടെ നൽകിയത്. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അനുവദിക്കാനാകില്ല. സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി പൂർവിക വിശ്വാസ ആചാരങ്ങളും നയങ്ങളും മുറുകെ പിടിക്കണം. മതനിയമങ്ങൾക്ക് വിധേയമായ വ്യായാമം വിരോധിക്കപ്പെട്ടതല്ലെന്നും മുശാവറ യോഗം അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഇത് ആദ്യമായല്ല AP വിഭാഗം മെക് 7 വിമർശനവുമായി രംഗത്ത് വരുന്നത്. AP വിഭാഗത്തിന്റെ യുവജന സംഘടനാ നേതാക്കൾ മുൻപും മെക് 7-നെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് CPM മെക് 7-നെതിരെ രംഗത്ത് വന്നതും പിന്നീട് വലിയ വിവാദമായതും. CPM ഒടുവിൽ അഭിപ്രായം പിൻവലിക്കുകയും ചെയ്തിരുന്നു. വിവാദങ്ങളെല്ലാം തണുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കാന്തപുരം AP വിഭാഗം മുഷാവറ ചേർന്ന് മെക് 7-നെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം.